എനിക്ക് നന്നായി വിശക്കുന്നുണ്ട്. ഇവിടെ ആണെങ്കിൽ ഫുഡിന് നല്ല അടിപൊളി മണവും വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്കൗട്ട് ചെയ്യാം ഇവിടെ എന്തൊക്കെ ഫുഡാണുള്ളത് എന്ന്. നന്നായി വിശക്കുന്ന എൻ്റെ മുമ്പിലേക്ക് ആദ്യം എത്തിപ്പെട്ടത് 1 ബൈറ്റ് റോൾസ് എന്ന് പറയുന്ന ഒരു കടയാണ്. പക്ഷേ 1 ബൈറ്റ് ഒന്നും പറ്റത്തില്ല. എനിക്കൊരു ഡബിൾ എഗ് റോൾ കഴിക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ വരും. അപ്പോൾ ഞാനൊരു ഡബിൾ എഗ് ചിക്കൻ റോളാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നല്ല ഫാസ്റ്റ് സെല്ലിംഗ് ആയിട്ടുള്ള കടയാട്ടോ. ഇവിടെ ഓൾറെഡി സംഭവങ്ങൾ പ്രിപ്പയർഡ് ആവുന്നുണ്ട്. നമുക്ക് നോക്കാം അവരെങ്ങനെ ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്തായാലും എൻ്റെ ഡബിൾ എഗ് ചിക്കൻ റോൾ ഇവിടെ റെഡി ആവുകയാണ്. ആദ്യം ദോ എഗ്സ് ഓക്കെ, 2 മുട്ട എടുത്ത് നല്ലപോലെ ബീറ്റ് ചെയ്യുന്നുണ്ട്. ഈ ക്യാ റൊട്ടി ഹേ ഭയ്യ? റൊമാലി? ഓക്കെ, റൊമാലി റൊട്ടിയിലാട്ടോ ഇവർ സംഭവം ഉണ്ടാക്കുന്നത്. അപ്പോൾ റൊമാലി റൊട്ടി അവർ നല്ലപോലെ ആദ്യം ഹീറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് റൊമാലിയുടെ ഓൾറെഡി പാക്കറ്റ്സ് ഇവിടെ ഉണ്ട്. അപ്പോൾ അത് പരത്തിയിട്ടാണ് ഇവർ ചുട്ടെടുക്കുന്നത്. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. കണ്ടോ, അതിന് ജ്യൂസി ആയിട്ടുള്ള സംഭവമാണ്. അപ്പോൾ എന്തായാലും നമ്മൾ നമ്മുടെ ഡബിൾ ചിക്കൻ റോള് കഴിച്ചു കഴിഞ്ഞു. ഇനിയിപ്പം ഞാൻ ഇങ്ങോട്ടേക്ക് നടന്നു വന്നപ്പോൾ സോയ ചാട്ട് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഇവിടെ കിട്ടുന്നുണ്ട്. അതിവിടെ നല്ല ഫാസ്റ്റ് സെല്ലിംഗ് ആയിട്ട് ആൾക്കാർ വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട്. നമുക്ക് ജസ്റ്റ് കയറി നോക്കാം അതെന്താ സംഭവം. भैया एक सोया चाट है ना? സോയ ചാം എന്നാട്ടാ പറയുന്നത്. സോയ വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതിന് ഭയങ്കര ചിക്കൻ്റെ ടേസ്റ്റാണ്, പക്ഷേ വെജിറ്റേറിയൻ ആണ് സംഭവം. കാരണം സോയ വെച്ചിട്ട് ഉണ്ടാക്കിയതായതുകൊണ്ട്. റൊമാലി റൊട്ടി പേർ ഹേ സോയ ചാം കാ? റൊമാലി റൊട്ടി വെച്ചിട്ടാണ് ഇവരത് പെയർ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് റൊമാലി റൊട്ടി അവരവിടെ ചുട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ 5 മിനിറ്റ് കൊണ്ട് എന്തായാലും ഇവിടെ ഈ സോയ ചാം എന്ന് പറയുന്ന സംഭവം റെഡിയാവും. അപ്പം സോയ എന്തായാലും അത് കോർത്തിട്ട് അവർ ചുട്ടെടുക്കുകയാണ്. ക്രീമും ബട്ടറൊക്കെ വെച്ചിട്ട് അതിൻ്റെ എന്തോ ഒരു സ്പെഷ്യൽ പേസ്റ്റാണ് ഇപ്പോൾ അതിനകത്തേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതെന്നാണ് ആ ചേട്ടൻ പറഞ്ഞത്. അപ്പം സോയ ആയതുകൊണ്ട് തന്നെ കംപ്ലീറ്റ്ലി വെജിറ്റേറിയൻ. ബട്ടർ ഹേ? ഓക്കെ, അപ്പം ബട്ടറാട്ടോ ഇപ്പോൾ അപ്ലൈ ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും സംഭവം നല്ലപോലെ ചുട്ടെടുക്കുന്നുണ്ട്. നമ്മൾ ചിക്കൻ ടിക്കയൊക്കെ ഉണ്ടാക്കുന്ന ഒരു രീതിയിലാട്ടോ ഇവിടെ സംഭവം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ആക്ച്വലി ഇവിടെ ഒത്തിരി അധികം ആൾക്കാർ വന്നിട്ട് കഴിക്കുന്നുണ്ട്. കോർപ്പറേറ്റ്സിൽ നിന്നൊക്കെ ചേട്ടന്മാർ വന്നിട്ട് ഈവനിങ്ങിൽ ഇവിടെ നിന്നാണ് ഫുഡ് കഴിക്കുന്നതെന്ന് തോന്നുന്നത്. നല്ല ക്രൗഡ് ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും റൊമാലി റൊട്ടിയിൽ നല്ലപോലെ ബട്ടർ തേച്ചിട്ട് തരുന്നുണ്ട്. ഇത് ഈ റൊമാലി റൊട്ടിയാണെന്ന് തോന്നുന്നു അതിൻ്റെ കൂടെ പെയർ ചെയ്തിട്ട് ഇവർ കഴിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ പുറത്തേക്ക് പുദീനൻ്റെ ചട്നി ഒഴിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും സോയ അവർ നല്ലപോലെ കട്ട് ചെയ്തിട്ടാട്ടോ നമുക്ക് തരുന്നത്. ഓക്കെ, ഗാർലിക് ചില്ലി സോസിനകത്തേക്കൊക്കെ ഇട്ടിട്ടാണ് ഈ സംഭവം മിക്സ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു കുറച്ച് ബട്ടറും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സോയ ചാപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സംഭവം ഒരു റൊമാലി റൊട്ടി, സോയ ചാപ്പ്, ഓണിയൻ വിത്ത് നമ്മുടെ പുദീന ചട്നി എല്ലാം ഉണ്ട്. നമുക്ക് എന്തായാലും ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. സോയ ഭയങ്കര സോഫ്റ്റാണ്. ഓൾസോ ആ സോസിൻ്റെ ഒക്കെ ആ ഒരു ഫ്ലേവർ ഭയങ്കര അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്.